ഏഷ്യാ കപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. നിലവിലെ ജേതാക്കളായ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. രാത്രി 8 മണിക്ക് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ക്രിക്കറ്റ് ഇന്ത്യ പാകിസ്ഥാൻ ടീമുകൾ ആദ്യമായാണ് മുഖാമുഖം എത്തുന്നത്. ആദ്യ മത്സരത്തിൽ UAE 10 വിക്കറ്റിന് തകർത്ത ഇന്ത്യ തകർപ്പൻ ഫോമിലാണ്. ഒമാനെ 93 റൺസിന് തോൽപ്പിച്ച് പാകിസ്ഥാനും ആദ്യ മത്സരം വിജയിച്ചിരുന്നു. ആദ്യ മത്സരം കളിച്ച മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെ ഇന്ത്യൻ 11-ൽ മാറ്റം വരില്ല എന്നാണ് സൂചന. എൽദോ പോൾ പുതുശ്ശേരി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. എൽദോ, ഇരു ടീമുകളും മികച്ച ഫോമിലാണ്. എന്താണ് പ്രതീക്ഷ? ഉറപ്പായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് പ്രതീക്ഷ, അശ്വതി. അതായത് ഇന്ത്യൻ ടീം സംബന്ധിച്ച് അത് ലോക റാങ്കിങ്ങിൽ 1-ാം നമ്പർ ടീമാണ്. ഏഷ്യ കപ്പിലെ ചാമ്പ്യന്മാരാണ്, മാത്രമല്ല ലോക ചാമ്പ്യന്മാരാണ്. ലോകകപ്പ് അടുക്കാൻ പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും പരമപ്രധാനമായിട്ട് ലക്ഷ്യം. ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യത അത് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും ശ്രീലങ്കയുമാണ്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു അത് പാകിസ്ഥാനാണ്. അത് ക്രിക്കറ്റിലായിക്കോട്ടെ, മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലായിക്കോട്ടെ. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപാട് എതിർപ്പുകൾ, വിയോജിപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടത്തരുത് എന്നൊക്കെ പറയും. ഇപ്പൊ ശിവസേന ഉറപ്പായിട്ടും അതിനെതിരെ രംഗത്തെത്തിയതൊക്കെ നമുക്ക് കണ്ടതാണ്. അതിന് ഇടയിലാണ് ഇപ്പോൾ മത്സരം നടക്കാൻ പോകുന്ന ദുബായിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മത്സരം നടക്കുമ്പോൾ ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള ആധിപത്യമുണ്ട്. 2020 ചരിത്രത്തിലും അല്ലെങ്കിൽ ഏഷ്യ കപ്പിന്റെ ചരിത്രത്തിലായിക്കോട്ടെ ഇന്ത്യക്ക് കൃത്യമായിട്ട് മേധാവിത്വമുണ്ട് എന്നുള്ളതാണ്. ഏഷ്യ കപ്പിൽ ഇന്ത്യ നേടിയെടുത്ത മുൻതൂക്കം അത് തുടരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് സൂര്യകുമാർ യാദവും സംഘവും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ എത്തുന്നത് യുവനിരയുമായിട്ടാണ്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട താരങ്ങൾ, ബാബർ അസം ഉൾപ്പെടെയുള്ള താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംഘത്തെയാണ് ഏഷ്യ കപ്പിന് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പാകിസ്ഥാന് എത്രത്തോളം ഇന്ത്യയെ വെല്ലുവിളിക്കാൻ കഴിയുമെന്നുള്ളത് സംശയകരമാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എപ്പോഴൊക്കെ നടക്കുന്നു അവിടെയൊക്കെ വലിയ തോതിൽ ടിക്കറ്റ് വിൽപ്പന ഭയങ്കരമായിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ ആദ്യമായി ഇത്തവണ മുഴുവൻ സ്റ്റേഡിയത്തിലും ടിക്കറ്റ് വിൽപ്പന നടക്കാതെ പോയി എന്നുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു അർത്ഥം ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള ആധിപത്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇത് 2020 മത്സരമാണ്. 2020 മത്സരം എന്ന് പറയുമ്പോൾ അത് ആ ദിവസത്തിൽ നടക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറാം. ഏത് വിധേനയും കാര്യങ്ങൾ ടേണിംഗ് പോയിന്റ് ഉണ്ടാകാം. അപ്പോൾ 2020 മത്സരത്തിൽ എപ്പോഴും പ്രവചനാതീതമാണ് എന്ന് എപ്പോഴും പറയും. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് ദുബായിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഇന്ത്യക്ക് വലിയ തോതിൽ ആരാധകരുണ്ടാകും എന്നുള്ള സംശയമില്ല. പാകിസ്ഥാനും കൃത്യമായിട്ടും ആരാധകരുള്ള സ്ഥലമാണ് ദുബായ്. പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിന്റെ പ്രധാന മത്സരങ്ങൾ നടന്നത് ദുബായിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് പാകിസ്ഥാൻ ജനതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരു 50-50 എന്ന നിലയിൽ ആരാധക വൃന്ദം ഉണ്ടാവും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് ഫോം അത് ഗംഭീരമാണ്. ഇന്ത്യയുടെ യുവനിര അത് സൂപ്പർ ഫോമിലാണ്. ഇന്ത്യയുടെ പേസർമാരിലെത്തി കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറ എന്ന ലോകത്തെ ഏറ്റവും മികച്ച ബോളർ ഉണ്ട് അവിടെ. സ്പിന്നർമാരിൽ കുൽദീപ് യാദവ് ഉണ്ട്, അക്സർ പട്ടേൽ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ചേരുമ്പോൾ ഇന്ത്യയുടെ സന്തുലിത ടീമായി മാറുന്നു. ഇനി മലയാളികൾ ഏറ്റവും ആകാംക്ഷ നോക്കുന്നത് സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ആദ്യ മത്സരത്തിൽ തന്നെ UAE-ക്കെതിരെ മത്സരത്തിൽ ടീം മാനേജ്മെന്റ് ഞെട്ടിച്ചു കളഞ്ഞു സഞ്ജുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ സഞ്ജുവിനെ മാറ്റും എന്ന് കരുതേണ്ട സാഹചര്യമില്ല. സഞ്ജു ഉണ്ടാകും ഈ ഇന്ത്യൻ സംഘത്തിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവിടെ ഒരു സ്പിന്നിന് അനുകൂലമായിട്ടുള്ള ട്രാക്ക് ആയിരിക്കുമെന്നാണ്. സ്പിന്നിന് അനുകൂലമായ ട്രാക്ക് ആണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സ്പിന്നർമാരും പാകിസ്ഥാൻ ബാറ്റർമാരും തമ്മിലുള്ള പോരാട്ടമായി തന്നെ ഇതിനെ കണക്കാക്കണം. അതിൽ ഏറ്റവും പ്രധാനം അക്സർ പട്ടേൽ എന്ന ഓൾറൗണ്ടർ സ്പിന്നർ എന്നതിനപ്പുറം കുൽദീപ് യാദവിന്റെ ഫോം അത് ശ്രദ്ധേയമായിരിക്കും. അത് മികച്ച രീതിയിൽ എനിക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഫിനിഷിംഗ് റോളിൽ ആരായിരിക്കും എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കേണ്ട കാര്യം. ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യ ആദ്യം UAE നേരിട്ടു, പാകിസ്ഥാൻ ഒമാനെ നേരിട്ടു. ഒരു തരത്തിലും വെല്ലുവിളി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നാണ് രണ്ടു ടീമുകൾക്കും യഥാർത്ഥ വെല്ലുവിളി വരാൻ പോകുന്നത്. പാകിസ്ഥാന്റെ സൽമാൻ അകം നയിക്കുന്ന ടീമിൽ എത്രമാത്രം ഇന്ത്യയെ പേടിപ്പിക്കാൻ പോകത്തുള്ള താരങ്ങളുണ്ട് എന്നുള്ളത് സംശയകരമാണ്. ഇപ്പൊ ഷഹീൻ ഷാ അഫ്രീദി എന്ന പേസ് ബോളർ ഉണ്ട്. ഷഹീൻ ഷാ അഫ്രീദിയെ പക്ഷേ ഇന്ത്യ പലതവണ നേരിട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ ആദ്യ മത്സരം നേരിട്ട ഒരു ഭയപ്പാട് ഷഹീൻ ഷാ അഫ്രീദിക്കെതിരെ ഇന്ത്യൻ ബാറ്റർമാർക്ക് ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത്. എന്നാലും നമ്മൾ കാത്തിരിക്കുന്നു ആകാംക്ഷയോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ഉറപ്പായിട്ടും ഇന്ത്യക്ക് അനുകൂലമാകുമെന്ന് കരുതാം. മാത്രമല്ല UAE സാഹചര്യങ്ങൾ ഇന്ത്യക്ക് പരിചിതമാണ്. ഇന്ത്യ ഏറ്റവും ഒടുവിൽ UAE മത്സരം നടന്നപ്പോൾ അവിടെ ഇന്ത്യ അതിഗംഭീര ജയങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആ ഒരു ജയം തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.